ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. ആഗോള സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് സംഭാവനകൾ നൽകാൻ സാധിക്കുന്ന ശക്തവും ഊർജ്ജസ്വലവുമായ രാജ്യമായി വർത്തിക്കാൻ ഇന്ത്യയ്ക്ക് സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള നിക്ഷേപക വട്ടമേശ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. വിശ്വസ്തതയും സുസ്ഥിരതയും വളർച്ചയും നിക്ഷേപകർക്ക് ഉറപ്പു നൽകാൻ കഴിയുന്ന രാജ്യമാണ് ഇന്ത്യ. അടുത്തിടെ നടപ്പാക്കിയ കാർഷിക പരിഷ്കരണങ്ങളിലൂടെ നൂതന സാധ്യതകൾക്കും രാജ്യത്ത് തുടക്കമിടാനായതായി പ്രധാനമന്ത്രി പറഞ്ഞു. കോവിഡ് മഹാമാരിക്കെതിരെ ഇന്ത്യ ധീരമായ പോരാട്ടം കാഴ്ചവച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. This year, as India bravely fought the global pandemic, the world saw India's national character. The world also saw India's true strength. It is successfully brought out traits that Indians are known for: a sense of responsibility, a spirit of compassion, national unity, the spark of innovation. India has shown remarkable resilience in this pandemic, be it fighting the virus or ensuring economic stability. കേന്ദ്ര ധനമന്ത്രാലയവും ദേശീയ നിക്ഷേപ അടിസ്ഥാന സൌകര്യ നിധിയും സംയുക്തമായാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ആഗോള നിക്ഷേപകരും ബിസിനസ് പ്രമുഖരും സർക്കാർ പ്രതിനിധികളും സമ്മേളനത്തിന്റെ ഭാഗമാകുന്നുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് 6820 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 7699 പേർ രോഗമുക്തി നേടി. 26 മരണങ്ങളും ഇന്ന് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 61388 സാമ്പിളുകളാണ് പരിശോധിച്ചത്. തൃശൂരിൽ 900-ഉം കോഴിക്കോട് 828-ഉം തിരുവനന്തപുരം എറണാകുളം ജില്ലകളിൽ 700-ന് മുകളിലും രോഗബാധിതരാണ് ഇന്നുള്ളത്. ആലപ്പുഴ മലപ്പുറം ജില്ലകളിലും 600-ന് മുകളിൽ രോഗബാധിതരുണ്ട്. 84,087 പേരാണ് സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്. 3,80,000-ത്തിലധികം പേർ ഇതിനകം രോഗമുക്തി നേടി. 1,613 പേരാണ് സംസ്ഥാനത്ത് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത്. സംസ്ഥാനത്തെ രോഗികളുടെ എണ്ണം ക്രമാനുഗതമായി കുറഞ്ഞുവരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൊട്ടുമുൻപുള്ള ആഴ്ചയുമായി താരതമ്യം ചെയ്യുമ്പോൾ 1 മുതൽ 10% വരെ കുറവാണ് രോഗബാധിതരുടെ എണ്ണത്തിൽ വരുന്നത്. എന്നാൽ മുൻകരുതലുകളിൽ വീഴ്ച വരുത്തരുതെന്നും രോഗത്തെ നിസ്സാരവൽക്കരിക്കരുതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. തൃശൂർ ജില്ലയിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ രോഗബാധിതർ ഉള്ളത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ പ്രതിനിധി ഭരിത പ്രതാപ്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി തന്നെ തൃശൂർ ജില്ലയിൽ കോവിഡിന്റെ കണക്കുകൾ കൂടി വരികയാണ്. ഇന്നു മാത്രം ജില്ലയിൽ 900 പേർക്ക് കൂടി കോവിഡ്-19 സ്ഥിരീകരിച്ചിരിക്കുന്നു. സംസ്ഥാനത്ത് തന്നെ ഇന്ന് ഏറ്റവും അധികം കോവിഡ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തൃശൂർ ജില്ലയിൽ നിന്നാണ്. എന്നാൽ അതിനൊപ്പം തന്നെ 1032 പേർ ഇന്ന് രോഗമുക്തരായി എന്നുള്ളത് ഏറെ ആശ്വാസകരമായ വാർത്തയാണ്. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം ഇപ്പോൾ 9763 ആയി ഉയർന്നിരിക്കുന്നു. തൃശൂർ സ്വദേശികളായ 90 പേർ മറ്റു ജില്ലകളിലും ചികിത്സയിൽ കഴിഞ്ഞുവരുന്നുണ്ട്. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 44,000 എത്തി നിൽക്കുകയാണ്. ജില്ലയിൽ സമ്പർക്കത്തിലൂടെ മാത്രം ഇന്ന് 880 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ 7 ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടുന്നുണ്ട്. കൂടുതൽ കരുതൽ നടപടികളും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുള്ള നിയന്ത്രണങ്ങളിലേക്കുമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ച 828 പേരിൽ 812 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. ഇതോടെ ജില്ലയിൽ രോഗം ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം 8,982 എറണാകുളം ജില്ലയിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ച 749 പേരിൽ 519 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം. ഇതോടെ ജില്ലയിൽ രോഗം ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം 11,184 ആലപ്പുഴ ജില്ലയിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ച 660 പേരിൽ 627 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. ഇതോടെ ജില്ലയിൽ രോഗം ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം 8,579 കൊല്ലം ജില്ലയിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ച 523 പേരിൽ 518 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. ഇതോടെ ജില്ലയിൽ രോഗം ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം 6,275 നിരോധനാജ്ഞ ലംഘിച്ചതിന് സംസ്ഥാനത്ത് ഇന്ന് 22 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 24 പേർ അറസ്റ്റിലായി. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് 1326 പേർക്കെതിരെ കേസെടുത്തു. മാസ്ക് ധരിക്കാത്ത 8190 സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ക്വാറന്റൈൻ ലംഘിച്ചതിന് 2 കേസും രജിസ്റ്റർ ചെയ്തു. 100 ദിവസം കൊണ്ട് 50,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം സംസ്ഥാന സർക്കാർ മറികടന്നതായി മുഖ്യമന്ത്രി. 2 മാസം കൊണ്ട് 61,290 തൊഴിലവസരങ്ങളാണ് സൃഷ്ടിച്ചത്. അവസാനിക്കുന്നതിന് മുൻപ് മറ്റൊരു 50,000 തൊഴിലവസരം കൂടി സൃഷ്ടിക്കുമെന്നും അങ്ങനെ 4 മാസം കൊണ്ട് 1 ലക്ഷം പേർക്ക് തൊഴിൽ നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ സുപ്രധാന പദ്ധതികൾ അട്ടിമറിക്കാൻ കേന്ദ്ര ഏജൻസികൾ ശ്രമിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ.
കെ ഫോൺ പദ്ധതി അടക്കം അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് പൊതുസമൂഹത്തിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ചിലർ ശ്രമിക്കുന്നു. ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ നിന്നും പിന്തിരിയില്ലെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പാർട്ട് ടൈം ശാന്തി തസ്തികയിലേക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ നിന്നും 19 പേർക്ക് കൂടി നിയമന ശുപാർശ ഉടൻ നൽകുമെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചു. പട്ടികജാതി വിഭാഗത്തിൽ നിന്നും 18 പേർക്കും പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും ഒരാൾക്കുമാണ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് മുഖേന നിയമനം ലഭിക്കുക. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നീട്ടിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് PC ജോർജ് MLA സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും ഡിസംബർ 31 മുൻപ് വോട്ടെടുപ്പ് നടത്തുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയെ ബോധിപ്പിച്ചു. കോവിഡ് പശ്ചാത്തലത്തിൽ എല്ലാ പ്രോട്ടോക്കോളും പാലിച്ചായിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുകയെന്നും കമ്മീഷൻ അറിയിച്ചു. ഇത് കണക്കിലെടുത്താണ് ഹൈക്കോടതി ഉത്തരവ്. അതിസങ്കീർണ രോഗങ്ങൾക്കുള്ള വിദഗ്ധ ചികിത്സയ്ക്കായി ഇ-ഹെൽത്ത് ടെലിമെഡിസിൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ ശൈലജ നിർവഹിച്ചു. കോവിഡ് സാഹചര്യത്തിൽ സാധാരണ രോഗങ്ങൾക്ക് ആശുപത്രിയിൽ എത്താതെ ഡോക്ടറെ കാണാനുള്ള ഇ-സഞ്ജീവനി സംവിധാനം വിജയം കണ്ടതിനെ തുടർന്നാണ് ഈ നീക്കം. ആദ്യഘട്ടമെന്ന നിലയിൽ ടെലിമെഡിസിൻ സൌകര്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാർഡിയോളജി, ജനറൽ സർജറി, ഓർത്തോപീഡിക്സ്, ന്യൂറോളജി എന്നീ 4 വിഭാഗങ്ങളിലാണ് ആരംഭിക്കുന്നത്. ഒരിക്കലെങ്കിലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി ഈ വകുപ്പുകളിലെ ഡോക്ടറെ കണ്ടവർക്കാണ് ഇപ്പോൾ തുടർ ചികിത്സയ്ക്കായി ടെലിമെഡിസിൻ സൌകര്യം ഒരുക്കിയിരിക്കുന്നത്. എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെയും ഈ സർക്കാരിന്റെ കാലാവധി തീരുന്നതിന് മുൻപ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. വിവിധ ജില്ലകളിലായി പ്രവർത്തന സജ്ജമായ 38 കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി സ്കൂൾ കുട്ടികൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന ഭക്ഷ്യക്കിറ്റുകളുടെ വിതരണം തുടങ്ങി. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലെ ഭക്ഷ്യഭദ്രതാ അലവൻസ് എന്ന നിലയിലാണ് കിറ്റുകൾ വിതരണം ചെയ്യുന്നത്. കിറ്റുകളുടെ വിതരണോദ്ഘാടനം പൊതുവിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ചു. ശബരിമല ക്ഷേത്രത്തിലെ പ്രസാദമടങ്ങുന്ന കിറ്റ് തപാൽ വകുപ്പ് വീട്ടിലെത്തിക്കും. തപാൽ വകുപ്പ്, കേരള സർക്കിൾ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ഉണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ബുക്കിംഗ് സംവിധാനം ഒരുക്കിയത്. സ്വാമി പ്രസാദം എന്ന കിറ്റിന്റെ ഓൺലൈൻ ബുക്കിംഗ് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിൽ മാവോയിസ്റ്റ് ഏറ്റുമുട്ടലിന്റെ പേരിൽ ഒരാളെ വെടിവെച്ച് കൊന്ന നടപടി പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്ന് CPI സംസ്ഥാന കൌൺസിൽ. മാവോയിസ്റ്റുകളുടെ പ്രവർത്തന ശൈലികളോട് പാർട്ടിക്ക് യോജിപ്പില്ല. എന്നാൽ അത്തരക്കാരെയെല്ലാം വെടിവെച്ച് കൊല്ലുക എന്നതിനോടും യോജിക്കാൻ കഴിയില്ലെന്ന് CPI വ്യക്തമാക്കി. ചെറുകിട തേയില കർഷകർക്ക് പ്രതീക്ഷ പകർന്ന് കൊളുന്തുവില ഉയർന്നു. രാജ്യത്തെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ കുറവുണ്ടായതിനാലാണ് തേയിലയുടെ വിലയും വർദ്ധിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ. പച്ചക്കൊളുന്തിന് 30 രൂപ വരെ വില ഉയർന്നത് കർഷകർക്ക് പ്രതീക്ഷ പകർന്നു. 4 മാസം മുൻപ് വരെ 14 രൂപയായിരുന്നു കൊളുന്തിന്റെ വില. സംസ്കരിച്ച തേയിലയ്ക്ക് 300 രൂപയായി വില ഉയർന്നതോടെയാണ് കൊളുന്തു വിലയും വർദ്ധിച്ചത്. നേരത്തെ ശരാശരി 84 രൂപയായിരുന്നു തേയിലപ്പൊടിയുടെ വില. കഴിഞ്ഞ സീസൺ വരെ വിലയിടിവ് മൂലം ചെറുകിട തേയില കർഷകർ പ്രതിസന്ധിയിലായിരുന്നു. വിളവെടുക്കുന്ന കൊളുന്ത് യഥാസമയം വിറ്റഴിക്കാൻ കഴിയാത്തതും തേയില സംസ്കരണത്തിന് സ്വകാര്യ ഫാക്ടറികളെ ആശ്രയിക്കേണ്ടി വരുന്നതുമാണ് ഇവരുടെ നഷ്ടം ഇരട്ടിയാക്കിയത്. കേരളം, തമിഴ്നാട്, ബംഗാൾ, കർണാടക, ആസാം, ത്രിപുര, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് തേയില ഉൽപാദനത്തിൽ മുൻപന്തിയിലുള്ളത്. ആകെ ഉൽപാദനത്തിന്റെ 32% തമിഴ്നാട്ടിലും 27% കേരളത്തിലുമാണ്. കിഴക്കൻ സംസ്ഥാനങ്ങളിലുണ്ടായ മഞ്ഞുവീഴ്ചയും പ്രളയവും ഉൽപാദനം കുറയാൻ കാരണമായി. ഇതാണ് ഇപ്പോഴത്തെ വിലവർദ്ധനയ്ക്ക് കാരണമായത്. കണ്ണൂർ ജില്ലയിലെ പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ രാമപുരത്ത് നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രവും പാർക്കും മന്ത്രി G സുധാകരൻ നാടിന് സമർപ്പിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. KSTP റോഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ വഴിയോര വിശ്രമ കേന്ദ്രമാണ് രാമപുരത്തേത്. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡിന്റെ വളവ് നിവർത്തിയപ്പോൾ ലഭിച്ച പൊതുമരാമത്ത് വകുപ്പിന്റെ 1/2 ഏക്കർ സ്ഥലത്താണ് വിശ്രമ കേന്ദ്രവും പാർക്കും സ്ഥാപിച്ചിട്ടുള്ളത്. 1,35 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച പാർക്കിൽ ദീർഘദൂര യാത്രക്കാർക്ക് വിശ്രമിക്കാനും കുട്ടികൾക്ക് കളിക്കാനുമുള്ള സൌകര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 50ലധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സംവിധാനം, ഭക്ഷണശാല, പൂന്തോട്ടം, ശൌചാലയം, ഓപ്പൺ എയർ തിയേറ്റർ, വാട്ടർ ഫൌണ്ടൻ, ഇരിപ്പിടങ്ങൾ, നടപ്പാത, ചുറ്റുമതിൽ എന്നിവയും നിർമ്മിച്ചിട്ടുണ്ട്. KSTPയുടെ നേതൃത്വത്തിൽ RDS ആണ് പ്രവൃത്തി നടത്തിയത്. ഓൺലൈനായി നടന്ന ഉദ്ഘാടന പരിപാടിയിൽ TV രാജേഷ് MLA അധ്യക്ഷനായി.
ഐപിഎല്ലിൽ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് തുടക്കമായി. ടോസ് നേടിയ ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസിനെ ബാറ്റിംഗിനയച്ചു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ മുംബൈ 19.3 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 187 റൺസ് എടുത്തിട്ടുണ്ട്. പോയിന്റ് പട്ടികയിൽ 1ഉം 2ഉം സ്ഥാനങ്ങളുമായാണ് മുംബൈയും ഡൽഹിയും പ്ലേ ഓഫിലേക്ക് കടന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.